സുഹൃത്തുക്കളെ, പണ്ട് നമ്മളെ സായിബാബയുടെ കഥ നമുക്കറിയാം. പുട്ടപർത്തി കേന്ദ്രമാക്കി വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റി ഭഗവാൻ സായിബാബ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം അത്ഭുത സിദ്ധികളുള്ള ആളാണ്, അദ്ദേഹം മരണമില്ലാത്തവനാണ്, അദ്ദേഹം ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന അങ്ങനെ സായിബാബ ഭക്തന്മാരുടെ വലിയൊരു ടീമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ ഈ എന്തായാലും ദൈവമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അതേസമയം സായിബാബ ദൈവമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ സായിബാബ എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ അവസാനം ഭഗവാൻ സുഖമില്ലാതെ ആശുപത്രിയിലായി. ആ സമയത്ത് ഈ വിശ്വാസികൾ, ഈ അദ്ദേഹത്തിൻ്റെ ആരാധകരെല്ലാം ഭഗവാനെ രക്ഷിക്കണമേ ഭഗവാനെ എന്ന് പറയേണ്ട ഒരു ഗതികേട്ടിലേക്ക് എത്തി. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈശ്വരൻ ജയിലിലായിരിക്കുകയാണ്. മറ്റേ ആൾ ഹോസ്പിറ്റലിലാട്ടോ ആയത്, ജയിലിലല്ല. ആശുപത്രി കിടക്കുമ്പോഴാണ്. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അവസാനം ചികിത്സ കിട്ടേണ്ടി വന്നു ഭഗവാന്. അവസാനം ഭഗവാൻ മരിച്ചും പോയി. അപ്പോൾ അപ്പോഴാണ് ഈ വിശ്വാസികൾക്ക് ഞങ്ങൾ പൊട്ടന്മാരായി, ഇയാൾ ഭഗവാനൊന്നും അല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ അന്ധവിശ്വാസികളായ കുറേ ആൾക്കാരില്ല. അപ്പം ഇപ്പം നമ്മുടെ ഈശ്വരൻ ജയിലിലായി. ഈശ്വരനെ ജയിലിലാക്കിയപ്പം ഞാൻ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് ഈശ്വരനെ, കാരണം പ്രത്യേകിച്ചും ഹൈന്ദവ മത വിശ്വാസപ്രകാരം ഈ ക്രൈസ്തവ മതത്തിലും പിന്നെ ഇസ്ലാം മതത്തിലുമൊക്കെ ദൈവസങ്കല്പം പുരുഷ കേന്ദ്രീകൃതമാണ്. എന്നാൽ ഹൈന്ദവ മതത്തിൽ പുരുഷ കേന്ദ്രീകൃതമല്ലാതെ സ്ത്രീകളെയും സ്ത്രീ ദൈവങ്ങളും ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈശ്വരൻ്റെ കേസിൽ സ്വാഭാവികമായും പിന്നെ റിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് അയക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ചില സുഹൃത്തുക്കൾ പറഞ്ഞാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വ്യക്തിയെ അറിയില്ല. എന്നോട് ഇന്ന് ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ അവൾ എന്നാണ് പറഞ്ഞത്, അവൻ എന്ന് പോലും അല്ല പറഞ്ഞത്. ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്, ഒരു ശ്രൈണതയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഒരാളെ വ്യക്തിപരമായിട്ട് അങ്ങനത്തെ ഷേമിങ്, ബോഡി ഷേമിലേക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാധ്യമരംഗത്തുള്ള ഒരു സുഹൃത്താണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ പീഡന കേസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈംഗിക ശേഷി പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കൂടുതൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അല്ലാത്ത കേസുകൾക്കകത്ത് അതില്ല. അവരുടെ പിന്നെ ഫിസിക്കലി ഒരു ഫിറ്റ് ആണോ, അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവരെ BP നോക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും, ചിലപ്പോൾ ECG എടുത്തു വരും, ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ചെറിയ പ്രാഥമികമായിട്ടുള്ള ചില പിന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് നേരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ആട് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. വൈദ്യപരിശോധന എന്ന് പറയുന്നത് ചെറിയ പ്രോസസ്സാണ് സാധാരണഗതിയിലുള്ളത്. കടുത്ത രോഗങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ജയിലിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ വരെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്നത്. സർജറി വേണ്ടി വന്ന സർജറി വരെ നൽകണം എന്നുള്ളത്. പക്ഷേ ഇപ്പം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ്റെ വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടതായിരുന്നു. ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തേണ്ടതായിരുന്നു. കാരണം അങ്ങനെ ഇപ്പം മാധ്യമരംഗത്തൊക്കെയുള്ള സുഹൃത്തുക്കൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വെറുതെ പറയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും പിന്നെ ഈ വ്യക്തിക്ക്, അവനോ അവളോ എന്തോ ആവട്ടെ, ഈ വ്യക്തിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാവുന്നതാണ്. കാരണം ഒരിക്കലും ഒരു വനിതാ തടവുകാരിയെ വനിതാ ജയിലിലല്ലാതെ പുരുഷ തടവുകാരുടെ കൂടെ ആക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ടാണ് ഈ വനിതാ ജയിൽ പ്രത്യേകിച്ചുണ്ടാവുന്നത്. പ്രത്യേകിച്ചും ചിലപ്പം റേപ്പ് കേസ്, പീഡന കേസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള കുറ്റവാളികൾ ആ സെല്ലിനകത്തുണ്ടെങ്കിൽ അവർ, ആ ക്രിമിനൽ വാസനയുള്ളവർ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. പിന്നെ രണ്ടാമത് നിരാഹാരം ഇരിക്കുക, പട്ടിണി കിടക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജയിലിൽ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. പിന്നെ അപ്പം എന്താ വെച്ചാൽ ജയിലിൽ ആ സമയത്തിന് ഭക്ഷണത്തിന് ഒരു ബെല്ലടിക്കുക സമയത്ത് നമ്മൾ ലൈനായിട്ട് നിൽക്കുക, പാത്രം കൊണ്ട് നിൽക്കുക, അവർ ഭക്ഷണം വിളമ്പി തരുന്നത് അവിടുത്തെ തന്നെ സീനിയർ തടവുകാരാണ് ചെയ്യുക. കുക്കിങ്ങും അവർ തന്നെ ചെയ്യുക, അല്ലാതെ അവിടുത്തെ ജയിൽ ജീവനക്കാരല്ല. അവിടെ വാർഡന്മാരുണ്ടാവും, പിന്നെ ഹെഡ് വാർഡൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്രണ്ട് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമ്മൾ മാന്യമായി നിന്ന് കഴിഞ്ഞാൽ ഒരു വളരെ മാന്യമായിട്ട് നമ്മളോട് സഹകരിക്കുന്നതാണ്. എൻ്റെയൊക്കെ അനുഭവം അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്കൊരു പ്രിവിലേജ് കിട്ടിയിരുന്നു. കാരണം ഞാൻ ജയിലിൽ, മഞ്ചേരി സബ് ജയിലിലാണ് റിമാൻഡ് ചെയ്താവുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ എന്നെ കാണാൻ വന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് നജ്മൽ ബാബുവാണ്. അന്ന് അദ്ദേഹം ജുഡീഷ്യൽ പദവിയിലിരിക്കുകയാണ്. കാരണം CWC ചെയർമാനാണ്, ചൈൽഡ് വെൽഫെയർ കമ്മീഷനിലെ. അപ്പോൾ ആ രീതിയിൽ ജുഡീഷ്യൽ പദവിയിലാണ്. അപ്പോൾ ജഡ്ജ് എന്ന രീതിയിൽ ഇവർ സല്യൂട്ട് ചെയ്യും വേണം. എന്നെ നമ്മളെ ഗ്രില്ലിനപ്പുറത്ത് നിർത്തി കാണുന്നതിന് പകരം പ്രത്യേക റൂമിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രിവിലേജ് കിട്ടിയിരുന്നു. കാരണം കോൺഗ്രസിലെയും ലീഗിലെയും, അവിടെ പിന്നെ BJP മഞ്ചേരി ഇല്ല, CPM-ലെ ഒക്കെ പിന്നെ പല പ്രധാനപ്പെട്ട ആളുകളും വരികയും കാണുകയും ചെയ്തപ്പം എനിക്ക് ഒരു ചെറിയ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ കേസായിരുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടി.
പിന്നെ നമ്മളുമായിട്ട് വ്യക്തിബന്ധമുള്ള ആൾക്കാർ വരുന്നു എന്നുള്ളതും മാത്രമല്ല, അവിടുത്തെ ഹെഡ് വാർഡനായിരുന്നത് എൻ്റെ പിന്നെ കൂടെ കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന KSU ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരുന്നു. ഓക്കെ, ഞാൻ എൻ്റെ വിഷയമല്ല പറയണത്. ഇവിടെ ഈ ഭക്ഷണത്തിന് അങ്ങനെ ലൈൻ നിൽക്കുക, അവർ തരും, നല്ല ഭക്ഷണം തന്നെയാണ് തരുന്നത്, അതിലൊന്നും വൃത്തിക്കാണ് ഉണ്ടാക്കാറുള്ളത്. അവർക്ക് പിന്നെ താല്പര്യമുള്ള ചില നല്ല സൗഹൃദമുള്ള ആൾക്കാർക്ക് വിളമ്പുന്നവർ വേണമെങ്കിൽ 2 പീസ് എക്സ്ട്രാ ഇട്ട് കൊടുക്കും, ചിക്കനും മട്ടനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നുള്ളതേ ഉള്ളൂ. ചെറിയൊരു വേർവൃത്തിയൊക്കെ കാണിക്കും. അപ്പം പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ബാക്കി ബീഡി സിഗരറ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ കിട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്. പത്രം എത്തിക്കുകയാണെങ്കിൽ പത്രം നമ്മുടെ സെല്ലിൽ നമുക്ക് എല്ലാ ദിവസവും പത്രം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ കിട്ടും. എല്ലാം ജയിലിൽ കിടന്നിട്ടുള്ളവർക്ക് അതറിയാം, അതിനുള്ള സൗകര്യങ്ങളുള്ളവർക്ക്. പക്ഷേ ചില പാവങ്ങളുണ്ടാവും, ചില ഗതികേടിൽപ്പെട്ട് വന്നിട്ട് അവർക്ക് മാറാൻ ഡ്രസ്സ് പോലും ഉണ്ടാവില്ല. അപ്പം പിന്നെ മറ്റുള്ളവർ അവരെ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ സെല്ലിനകത്താവുമ്പോൾ ഇപ്പം ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ആവില്ല, ഒരു പകുതി ഹൈറ്റുള്ള ഒരു ചെറിയ മറ, അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അല്ലാതെ പിന്നെ പോകാൻ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുക, ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുക. അപ്പോൾ ഈ ഭക്ഷണം ആ സമയത്ത് ലൈനിൽ നിന്നിട്ട് വേണമെങ്കിൽ മേടിക്കാം. നിരാഹാരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ജയിലിനെ കുറിച്ചൊരു കുന്തം അറിയില്ല, അതുകൊണ്ടാണ് ഈ കക്ഷിക്ക്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി കരുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഞാൻ കഴിക്കൂല, ഈ കുട്ടികളെ മാതിരി ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറയുമ്പം വാർഡന്മാർ പറയുകയാണ് കഴിക്കണം എന്ന്. ആദ്യം വിളമ്പി കൊടുക്കുന്നവർ പറയില്ല, ഭക്ഷണം എടുക്കുന്ന പറയുമ്പം ഇല്ല ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരത്തി കരുതിയത് ഭക്ഷണം വാർഡന്മാർ വന്നിട്ട് നിർബന്ധിക്കും, കഴിക്ക് എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കും. എന്നിട്ടും കേൾക്കാതെ വരുമ്പോൾ ഹെഡ് വാർഡൻ വന്ന് നിർബന്ധിക്കും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജയിൽ സൂപ്രണ്ട് വന്നിട്ട് കഴിക്ക്, നല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുട്ടി വായിൽ വെച്ച് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കും എന്നുള്ള തെറ്റിദ്ധാരണയിലും അബദ്ധധാരണയിലും നിൽക്കുന്ന ഒരു ഭൂലോക വിഡ്ഢി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കഴിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കഴിപ്പിക്കുന്നുള്ളത്. പിന്നെന്താ വെച്ചാൽ ഈ കുപ്പായത്തമ്മിൽ ഈ ദേശീയ പതാക ഈ ഷോൾഡറിൽ കൊണ്ടുനടക്കുന്നത് ദേശീയ പതാകയെ അപമാനിക്കലാണ്. ദേശീയ പതാകയുടെ ആ പിന്നെ സിംബോളിക്കായിട്ടുള്ള ആ ചിഹ്നം, അതാ ആ സംഭവം അവിടെ കൊണ്ടു നടക്കുന്ന, ആ സിംബൽ അവിടെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പതാകയെ അപമാനിക്കലാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട പിന്നെ കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ ദേശീയ പതാകയെ കൊണ്ട് പിന്നെ ഒരാളെ അടിവസ്ത്രം പിന്നെ അടുപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. ദേശീയ പതാക രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമാണ്, അതിനെ ആ രീതിയിലാണ് കാണിക്കേണ്ടത്. പിന്നെ ഇതിനകത്തുള്ളത് സുഡാപ്പികളും ഈ മൗദൂദികളുമാണ്. ഇതിനകത്ത് വലിയ വേദനയിൽ നിൽക്കുന്നവർ, അവർ പൊട്ടന്മാരാണ്. ഞാൻ പണ്ടും പറയാറുണ്ട്, അവർ പൊട്ടന്മാരാണ്. അവരെ വിഡ്ഢികളാക്കിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഈ പിന്നെ കക്ഷി പിന്നെ അവൻ അല്ലെങ്കിൽ അവൾ, ഈ കക്ഷി RSSൻ്റെ തീവ്രമുഖമായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയും BJPയിൽ ബർത്ത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയും കേന്ദ്ര നേതൃത്വത്തിലുള്ള ചിലരെ സമീപിക്കുകയൊക്കെ ചെയ്തു. കാരണം നന്നായിട്ട് ഭാഷാ ന്യായസേന ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതാണ്. ആ രീതിയിൽ ഇവിടെ നിന്നുള്ള ഒരു നേതാവിൻ്റെ ആളുടെ പേര് പറയുന്നില്ല, സപ്പോർട്ടോട് കൂടിയിട്ട് അങ്ങനെ ഒരു ബർത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേ BJP നേതൃത്വത്തിലേക്ക് അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിന് തടസ്സം നിന്നു ബാക്കിയുള്ളവർ. കാരണം നമ്പാൻ കൊള്ളില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കൊടുത്തു. കാരണം അവർ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്യും വരുന്ന ആളുകളെ. അവർ വിശ്വസിക്കാൻ കൊള്ളുമോ, അവർ കൂടെ നിൽക്കുമോ, അതോ നാളെ നമുക്കിട്ട് പണിയോ എന്നുള്ളത്. അങ്ങനെ അവർ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു ലാവണം കിട്ടാതെ വന്നപ്പോൾ പിന്നെ CPMലോ കോൺഗ്രസ്സിലോ ഒന്നും പോകാൻ അവരും അടുപ്പിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ സുഡാപ്പികളുടെ മറ്റ് മൗദൂദികളുടെയൊക്കെ പ്രിയപ്പെട്ട ആളായിട്ട് മാറിയത്. പിന്നെ ചാനലുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു തരം കിട്ടണം, ഒരു ഊളേനെ കിട്ടണം, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി നിർത്തുന്നു എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഉള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയന്തരമായി വനിതാ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടേണ്ടതാണ്. ആ വനിതാ കമ്മീഷൻ പിന്നെ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി സതീദേവി സഖാവ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടേണ്ടതാണ്. കാരണം ലിംഗ നിർണയം നടത്തിയിട്ട് അത് പിന്നെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള, കാരണം എനിക്കങ്ങനത്തെ ഒരു ആരോപണമില്ല, എനിക്കങ്ങനെ തോന്നലുമില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് അതിന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ഭഗവാൻ സായിബാബയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഭഗവാനെ രക്ഷിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞതുപോലെ ഈശ്വരനെ രക്ഷിക്കണമേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമുക്ക് സംസാരിക്കാം.